എല്ലാവർക്കും നമസ്കാരം. വൈക്കത്തമ്പലത്തിൽ വടക്കുപുറത്തുപാട്ട് നടക്കുന്ന വിവരം ഏവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ അല്ലേ? 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ചടങ്ങാണ്. ഈ വർഷം ഏപ്രിൽ 2-ന് ആരംഭിച്ചു. ഇനി ഏപ്രിൽ 13-ന് വലിയ ഗുരുതിയോടെയാണ് ചടങ്ങുകൾ പരിസമാപ്തിയിലേക്ക് എത്തുന്നത്. വൈക്കം ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മയിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് വൈക്കത്തഷ്ടമിയാണ്. വൈക്കത്തഷ്ടമി നമുക്ക് എല്ലാ വർഷവും തൊഴാം. പക്ഷേ ഈ ചടങ്ങ് 12 വർഷത്തിലൊരിക്കൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ദിവസം ഈ ചടങ്ങിൽ വന്ന് തൊഴാൻ മഹാഭാഗ്യമായി തന്നെ എല്ലാവരും കരുതുകയും ചെയ്യും. വൈക്കത്തിൻ്റെ ചരിത്ര പ്രാധാന്യത്തെയും ക്ഷേത്രോൽപ്പത്തിയെയും ശ്രീ മഹാദേവനെക്കുറിച്ചുമൊക്കെയുള്ള ലഘുവിവരണം നൽകുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കൂ. ഈ വീഡിയോയിൽ വടക്കുപുറത്തുപാട്ടിനെ കുറിച്ച് മാത്രമാണ്, അതായത് 3-ാം ദിവസത്തെ കുറച്ച് ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ചെറിയ വീഡിയോയാണിത്. ഇതാ നോക്കൂ, നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെയാണ് എത്തിയത്. താലപ്പൊലി അകത്തേക്ക് പ്രവേശിക്കാനൊരുങ്ങുകയാണ്. ഈ 12 ദിവസങ്ങളിലും ഈ വൈക്കത്തും ചുറ്റുപാടുമുള്ള ഒട്ടുമിക്ക ഹിന്ദു സംഘടനകളിലെയും വനിതാ അംഗങ്ങൾ താലപ്പൊലി ഏന്തി ഈ ദേവിക്ക് സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഈ വടക്കുപുറത്തുപാട്ടെന്നും അതിൻ്റെ പിന്നിലെ ഐതിഹ്യം എന്താണെന്നും ചെറുതായി ഒന്ന് വിശദീകരിക്കട്ടെ. അതായത് 12 വർഷത്തിലൊരിക്കലാണ് ചടങ്ങ് നടത്തുക എന്ന് പറഞ്ഞിരുന്നല്ലോ. മീനമാസത്തിലാണ്. മീനം ഭരണിക്ക് പിറ്റേ ദിവസം കാർത്തിക നാളിലാണ് ഈ ചടങ്ങ് ആരംഭിക്കുക. വൈക്കത്തപ്പൻ്റെ തിരുസന്നിധിയിൽ വടക്കുവശത്തായിട്ടാണ് ഈ ചടങ്ങ് നടക്കുന്നത്. അതായത് കളമെഴുത്തും പാട്ടും. ഒട്ടുമിക്ക ഭദ്രകാളി ക്ഷേത്രങ്ങളിലും കളമെഴുത്തും പാട്ടും നടക്കാറുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത് നടത്തുന്നതിനുള്ള കാരണം, പണ്ട് വടക്കങ്കൂർ രാജാവിൻ്റെ ഭരണകാലത്ത് ഈ പ്രദേശമാകെ ഒരിക്കൽ വസൂരി പടർന്നു പിടിച്ചു. ഒരുപാട് പേർക്ക് മരണമുണ്ടായി. അപ്പോൾ അങ്ങനെ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ദേവഹിതമനുസരിച്ച് രാജാവും ഭക്തരും ഊരാൺമക്കാരും ഒക്കെ ചേർന്ന് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ 41 ദിവസത്തെ ഭജനമിരുന്നു. അങ്ങനെ 41-ാം ദിവസം കൊടുങ്ങല്ലൂരമ്മയ്ക്ക് ദർശനം രാജാവിനുണ്ടായി. അങ്ങനെ എല്ലാ 12 വർഷം കൂടുമ്പോഴും മീനഭരണിയുടെ പിറ്റേ ദിവസം കളമെഴുത്തും പാട്ടും വൈക്കത്ത് ക്ഷേത്രത്തിൽ നടത്തണമെന്നും ദേവിക്ക് എതിരേൽപ്പും താലപ്പൊലിയും ഗുരുതിയും വേണമെന്നും സ്വപ്നദർശനമുണ്ടായി. അതിൻ പ്രകാരമാണ് 12 വർഷത്തിലൊരിക്കൽ ഈ ചടങ്ങ് നടത്തുന്നത്. കുത്തുവിളക്കിൻ്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിൻ്റെ പുറത്തുനിന്നെത്തുന്ന വനിതകൾ അവരുടെ കയ്യിൽ വിളക്കേന്തിയ താലവും ഫലവർഗ്ഗങ്ങളും പുഷ്പങ്ങളുമൊക്കെ ദേവിക്ക് മുമ്പിൽ സമർപ്പിച്ച് വണങ്ങുന്നു. വളരെയേറെ പ്രത്യേകതകളുള്ള കളമെഴുത്താണിത്. 12 ദിവസത്തെ ചടങ്ങിൽ ആദ്യ 4 ദിവസം 8 കൈകളുള്ള ദേവീരൂപമാണ് കളമെഴുതിയിരിക്കുന്നത്. അടുത്ത 4 ദിവസം 16 കൈകളാണ് ദേവിക്ക്. പിന്നീട് വരുന്ന 3 ദിവസം 32 കൈകളുള്ള ദേവി പീഠത്തിലിരിക്കുന്ന രൂപത്തിലാണ് കളമെഴുതുക. അവസാന ദിവസം ഏപ്രിൽ 13-ന് 64 കൈകളിൽ ആയുധമേന്തി വേതാളത്തിൻ്റെ പുറത്തിരിക്കുന്ന ദേവീരൂപമാണ് കളത്തിൽ നിറയുന്നത്. ഈ കളം എഴുതുന്നത് കുടവച്ചൂർ ചൂളയിൽ PN ശങ്കരക്കുറുപ്പ്, അതായത് പുതുശ്ശേരി കുടുംബം, അവരുടെ അവകാശമാണത്. അതുപോലെ തന്നെ കളമെഴുത്തിന് കൂടെ ഉള്ളത് ഗോപാലകൃഷ്ണ കുറുപ്പും രാഘവ കുറുപ്പുമാണ് പുതുശ്ശേരി കുടുംബാംഗങ്ങൾ. ആയിരത്തി 400 ചതുരശ്ര അടിയാണ് ഈ കളത്തിൻ്റെ വ്യാസം.
അതുപോലെ തന്നെ പ്രകൃതിദത്തമായ 5 നിറങ്ങളാണ് ഈ ദേവീരൂപം ആലേഖനം ചെയ്യുവാനായി ഉപയോഗിച്ചിരിക്കുന്നത്. മഞ്ഞ നിറം മഞ്ഞപ്പൊടിയാണ്, പച്ച നിറത്തിന് വാകപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, വെള്ള നിറം അരിപ്പൊടിയാണ്, കറുപ്പ് നിറം ഉമിക്കരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചുവപ്പ് നിറം ഉണ്ടാക്കുന്നതിന് മഞ്ഞളും ചുണ്ണാമ്പും ചേർത്താണ് ചുവപ്പ് നിറം ഉണ്ടാക്കിയിരിക്കുന്നത്. കളമെഴുതുന്ന സമയത്ത് സാധാരണ ഭക്തജനങ്ങൾക്കുള്ളിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല. പിന്നീട് ഉച്ചകഴിഞ്ഞൊരു 3 മണിയോടെ ദർശന സൗകര്യം ആരംഭിക്കുന്നു. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷമാണ് തിരിയൊഴിച്ചിലും മറ്റ് പൂജയുമൊക്കെ. 8 മണിക്ക് ശേഷം കൊച്ചാലും ചൂട്ടിൽ വിശേഷാൽ പൂജയുണ്ട്. അവിടെ നിന്നും കുത്തുവിളക്കുകളുടെ അകമ്പടിയോടെ ദേവിയെ എതിരേറ്റ് ക്ഷേത്രമതിൽക്കെട്ടിനെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ ഏറ്റവും വിശേഷമാണ് ഈ കളം മായ്ക്കൽ എന്ന ചടങ്ങ്. അതിനുശേഷം നമുക്ക് പ്രസാദം ലഭിക്കുകയും ചെയ്യും. അങ്ങനെ 12 ദിവസം നീളുന്ന ഈ ചടങ്ങുകൾ ഏപ്രിൽ 13 വലിയ ഗുരുതിയോടെയാണ് പരിസമാപ്തിയിലേക്ക് എത്തുന്നത്. ഏതെങ്കിലും ഒരു ദിവസം ഈ ദേവീരൂപം കണ്ടു തൊഴുവാനുണ്ടാകുന്ന ഭാഗ്യം അത് ഒരു വലിയ പുണ്യമായി തന്നെ എല്ലാ വിശ്വാസികളും കരുതുന്നു. ഓം സിംഹായ നമഃ. ഓം മായാതീതായ നമഃ. ഓം ബീജായ നമഃ. ഓം സർപ്പഭൂഷായ നമഃ. ആചാരാനുഷ്ഠാനങ്ങളുടെ ആവർത്തനങ്ങൾ ഒരു ദേശത്തിൻ്റെ ജനതയുടെ ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതാവുമ്പോൾ ഇവയിലൊക്കെ വ്രതനിഷ്ഠയോടെയും ഭക്തിയോടെയും പങ്കെടുക്കുവാൻ കഴിയുമ്പോൾ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ്.